Welcome, welcome, welcome. Your dream in me. Honeymoon cottages, 5-star, 3-star accommodation, rooms available at cheap rate, dormitories for 20 per bed. Welcome, welcome. Arey Vishali, up till now, mat. Porter, Coolie. Guide, Porter. Welcome, welcome. Your dream in me. नमस्ते साहब। तुम पता करो वो इंस्पेक्टर जयंत किधर है। मैं वो काम आज ही खत्म कर देगा। जी साहब। നിന്റെ അച്ഛൻ ജോഡിയാടാ എന്നെ ഒരു കുതിരക്കളി ഭ്രാന്തനാക്കിയത്. ഹി വാസ് എ വണ്ടർഫുൾ ജോക്കി. ഞാൻ ഡാഡിയെ കണ്ടിട്ടില്ല. അറിയാം, ഓദിക്കന്മാരില്ലത്തില്ലേ നിന്റെ അമ്മ. അച്ചുവേട്ടൻ നിന്റെ അപ്പൂപ്പൻ വന്ന് പെട്ടുപോയതാ മേട്ടുപാളയത്ത് സാഹിബിന്റെ തേയിലക്കണക്ക് എഴുതാൻ. പോയവരൊക്കെ പോയി സാർ. ഈ ഫ്ലാസ്കും തൂക്കി സാറിന്റെ കൂടെ നടക്കുന്ന എന്നെ പറ്റി സാർ ആലോചിക്കാത്തതാ. ഒരു ജോലി റിട്ടയർ ചെയ്ത് ഞാൻ എവിടെ പോയി ജോലി ഉണ്ടാക്കാനാ? നിനക്ക് പാചകം ചെയ്യാൻ പറ്റുമോ? വീട് തൂത്തുടയ്ക്കാൻ പറ്റുമോ? പറ്റുമോ നീ പറഞ്ഞാൽ പോലും ജൂഡിയുടെ മകനെ കൊണ്ട് അത്തരം പണി ഞാൻ ചെയ്യിക്കില്ല. നോക്കട്ടെ, ആരോടെങ്കിലും പറഞ്ഞു നോക്കാം. ശരി സാർ, നാളെ രാവിലെ കാണാം. ഓ, രക്ഷപ്പെട്ടു. കിളവൻ ഇങ്ങോട്ടല്ല, യവന ഞാൻ ഇന്ന് ആടി വരുന്നവൻ. നീ എന്തിനാ അയാളെ ഇതുവഴി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അങ്ങേര് നടക്കുന്നതിന്റെ കൂടെ നടക്കുന്നല്ലേ എന്റെ ജോലി. ഇങ്ങോട്ട് നടന്നു, ഞാനും നടന്നു. ജോലി, എന്നെ പറ്റി നീ അങ്ങോട്ട് വല്ലതും പറഞ്ഞോ? നിന്നെ പറ്റി എന്തോന്ന് പറയാൻ? എന്തോന്നോ പറഞ്ഞല്ല. എന്ത് പറഞ്ഞു? അത് നിന്നെ പറ്റിയല്ല. ഒന്നും പറഞ്ഞല്ലോ. രക്ഷപ്പെട്ടു. 2 കൊല്ലമായി അയാൾ എന്നെ തപ്പി നടക്കുക. പെൻഷൻ പറ്റിയെങ്കിലും ഇനി അയാൾ എന്നെ തൂക്കാൻ പറ്റി. നീ അങ്ങേരുടെ ഫോട്ടോ എല്ലാം എടുത്തു കൊടുത്താ? എടുത്തു. എന്ത് ഈ കായപ്പെട്ടി പതിഞ്ഞില്ലേ? ഫിലിം ഉണ്ടെങ്കിലേ പതിവ്. നീ ഒരു സ്മോളിങ് തന്നെ. സ്മോളൊന്നുമില്ല, എല്ലാം അങ്ങനെ കൂടി ചേർത്ത്. ഞങ്ങളുടെ കയ്യിൽ അമ്മാവിന്റെ ഒരു ഫോട്ടോ ഇല്ല. ഇതിന്റെ ഒരു കോപ്പി എടുപ്പിക്കാം. അച്ഛന്റെ ഫോട്ടോ വീട്ടില്ല എന്ന് പറയുന്നത് മോശമല്ലേ? ആര് പറയുന്നത്? നാട്ടുകാർ പറയില്ലേ? നാട്ടുകാർ പറയുന്ന പ്രശ്നമേ ഉള്ളൂ, അല്ല തനിക്ക് വേണ്ടിയല്ല. അല്ല, അതല്ല. ഇതിവിടെ വെച്ചിരിക്കുന്ന നാട്ടുകാർ പറയാതിരിക്കാൻ വേണ്ടിയല്ല. ഈ വലിയ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഈ ജസ്റ്റിസ് പിള്ള ഇന്ന് ആരും ആകുമായിരുന്നില്ല. താൻ കൊടുത്തയച്ച നോട്ട്സ് വായിച്ചു. പ്രോസിക്യൂഷൻ വീക്കാടോ, ബിയോണ്ട് ഡൗട്ട്സാ വാദിച്ചു നിർത്തിയിരിക്കുന്നു. ലൈഫ് കൊടുക്കേണ്ട കേസാ, അപ്പീല് പോയി തള്ളിപ്പോവും. 7 കൊല്ലം വരെ കൊടുക്കാം. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഏയ് ഇല്ല. എടോ കിട്ടുണ്ണി, തൂത്തുവാരി കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞില്ല. ഒരു ദിവസം എല്ലാം കൂടി ഞാൻ തൂത്തുവാരും. തന്റെ അലക്കിതുവരെ തീർന്നില്ലടോ? തീർന്നേ. ഇയാൾക്കിട്ട് ഒരു ദിവസം ഞാൻ ഒരു അലക്കും. ഷർട്ടും പാല് തേച്ചോ? തേച്ചേ. എന്റെ പറഞ്ഞ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കേണ്ട പെരട്ട് കളവ്. ഇങ്ങോട്ട് വരാൻ. വരുന്നു സാറേ. ബെഡ്ഷീറ്റ് പുതിയ മാറ്റി വിരിച്ചോളൂ. വിരിച്ചു സാറേ. ഇയാൾക്ക് പായ കിടന്ന് മൂത്രമുള്ള സുഖമുണ്ട് പണ്ടാറക്കാലം. ദേഹം അനങ്ങി വല്ല പണിയും ചെയ്യടോ. ദേഹം അനങ്ങിക്കൊണ്ടിരിക്കുകയാണേ. ഇവിടുത്തെ പണി മുഴുവൻ നിന്റെ അപ്പനോടാ ചെയ്യുന്നത്. പാത്രം എടുത്തിട്ടോ. ഇയാളെന്തായാലും പിച്ചയ്ക്കും പോകണ്ട. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല. അതുകൊണ്ട് അയ്യോ, കുറെ നേരമായി വിളിക്കുന്നേ. സാർ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ ഈ സ്ത്രീയെ കണ്ടു. ഇയാളെന്താ പട്ടിയെ പോലെ നിന്ന് കിടക്കുന്നത്? പറയണ ജോലികളൊക്കെ ചെയ്ത് തീർക്കണ്ടേ സാറേ? ഇതെന്താ ഇത് പ്ലേറ്റ് അല്ലേ? ഇതിനകത്ത് തിന്നാനൊന്നും ഇല്ലെന്ന്. ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് എപ്പോ ഉണ്ടാക്കി തരാം. എത്ര? ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് എപ്പോ തരാം. ആടോ എന്തേ? ഓണത്തെങ്ങാനും പോയി വല്ല മാറ്റിനോടോ. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാനോ? താഴുതാ. हमको गिरफ्तार करने का हिम्मत आज तक किसी ने नहीं किया। तुम पहला आदमी है जिसने ये गलती किया। जब हम जेल जा रहा था तब हम तुमको बोला था कि हम तुमको इस गलती का सजा जरूर देगा। मैं तुम जैसों से नहीं डरता। तू क्या कर सकते हो वो मैं देखना चाहता हूँ। इसीलिए तो हम जेल से बाहर आया है, तुमको बताने कि हम तुमको क्या कर सकता है। साला 2 टके का इंस्पेक्टर हमको हाथ लगाया था, हमको हथकड़ी पहनाया था, हमको साला जेल भेजा था। काट डाला साले का दोनों हाथ, अभी सड़क पर भीख मांगेगा।
ഹലോ ജോജി ആ, പിന്നെ അതായത് അതായത് ദേ പെൻഷൻ പറ്റുമോ പറയണേ. ബെസ്റ്റ് ജോലി. ജോജി, ആ പോകുമ്പോ SV സമരത്തിൽ ആരെങ്കിലും ഒന്ന് വരാൻ പറയണം. ഇവിടുത്തെ അസംബ്ലിമേക്ക് കേടാ. ആ ശരി. മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണം. വെയിറ്റുള്ള സാധനമൊന്നും എടുക്കരുത്. ബാക്ക് പെയിൻ തോട്ടത്തിലെ കണക്കെല്ലാം ഡാഡി ഏൽപ്പിക്കാൻ മാനേജരോട് പറഞ്ഞു. ആ അതെന്താ? ഈ മാസം മുതൽ ഞാൻ നോക്കാൻ പോവാ. ഞങ്ങളെ വിശ്വാസമില്ലേ? കുറെ കാശ് മുടിച്ചെന്നല്ലാതെ തോട്ടത്തിലെ കാര്യങ്ങൾ നീ നിന്റെ അളിയനും നോക്കിയിട്ടില്ല. കഴിഞ്ഞ ഒരു മാസം 23,000 24,000 രൂപയാ നിങ്ങൾ രണ്ടും കൂടെ എഴുതി തള്ളിയിരിക്കുന്നത്. അളിയനിക്കാര്യത്തിൽ വലിയ വിഷമമുണ്ട്. ഇന്നലെ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞു. നിന്നോട് സങ്കടം പറഞ്ഞു? സങ്കടം കേൾക്കാൻ നീ ആരാ? വൈക്കത്തപ്പനോ അതോ കൊട്ടാരക്കര ഗണപതിയോ? ദേ എന്നോട് പറയുന്ന അളിയനോട് പറഞ്ഞാലേ ചട്ടുകാരുമായിട്ട് മോൾ ഇവിടെ കുത്തിയിരിക്കും. വരട്ടടാ, എന്റെ മോളല്ലേ, പൊന്നു പോലെ ഞാൻ നോക്കും. അവിടെ വയ്യാത്ത കാലിനും ചേർത്ത് വിലയിട്ടാ അവളെ ഞാൻ കെട്ടിച്ചയച്ചിരിക്കുന്നത്. അളിയനും കൂടെ സെറ്റ് കൂടി അവളെ വെച്ച് മുതലെടുക്കാൻ നോക്കുന്നു. ആ അവരാരും എന്തോ ആവട്ടെ. അപ്പൊ എന്റെ കാര്യം എങ്ങനെ? എന്ത് കാര്യം? അല്ല എനിക്കുള്ളതും എഴുതി തന്നാ ഞാൻ നോക്കിക്കോളാം. നിനക്ക് ഇവിടെ ഒന്നും ഇല്ലെങ്കിലോ? ഏ മര്യാദയ്ക്ക് ആ തോട്ടത്തിൽ പോയി താമസിച്ച് അവിടുത്തെ കാര്യങ്ങൾ നോക്കി ജീവിച്ചാല് മാന്യമായ ശമ്പളം നിനക്ക് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ ഇവിടെ വന്ന് താമസിക്കണം. തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. എന്റെ മോനാ, നല്ല ബഹുമാനം അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാ സാർ. ആ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ അതിനെ വിളിപ്പിച്ച, അതിന് ഇയാളെ ഏൽപ്പിച്ച അതിന്റെ പേര് 3 ദിവസത്തേക്ക് എനിക്ക് ആഹാരം ഉണ്ടാകില്ല. ഞാൻ ഒരു കാര്യം പറയാം. അണ്ടകടാഹം പോലെ വീടും കെട്ടിയിട്ട് അതിനകത്ത് മാട് പോലെ ഓടിയാണെന്ന് പണിയെടുക്കാൻ എനിക്ക് വയ്യ. അടുക്കള പണിക്കെങ്കിലും ഒരാളെ നിർത്തിയില്ലെങ്കിൽ എന്റെ ശവദാഹമേ നടക്കും. ഓഹോ ജോജി, ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് ഇയാളുടെ ശവദാഹത്തിന് ഇവിടെ കൊണ്ട് നിർത്തണേ. എന്താന്ന്? അല്ല, അടുക്കള പണി. ഞാൻ ആ ബില്ലും പൈസ എടുത്തുണ്ട്. ചുമ്മാതല്ല ഇയാൾ എങ്ങനെ ആയി പോയത്. ഇപ്പൊ ഒരെണ്ണം പോയത് കണ്ടില്ലേ? ഇതിന് സ്പീഡായി ഇവന്റെ തള്ളക്കി. ക്ലബിലെ ചീട്ടുകളിയും കെട്ടിയന്മാരെ പറ്റിയിട്ടുള്ള പരദൂഷണവും പൊങ്ങച്ചോൻ പറഞ്ഞ് കക്ഷം കാണിച്ചിട്ട് ബ്ലൗസ് ഇട്ട് നടക്കും. ആട്ടുക്കളെ കയറില്ല. മൂപ്പിൽസ് 20 വർഷമായി കുടുംബമായി പിണങ്ങിട്ട് ഇതിന്റെ അകത്തൊന്ന് പെറ്റിയെടുക്കണേ. ഈ ഉള്ളവൻ മാത്രമുണ്ട് കൂടെ. പക്ഷെ അങ്ങാടി തോറ്റ അമ്മയോടൊന്ന് കേട്ടിട്ടില്ലേ? അതാണ് എന്റെ ഗതി. ഇയാൾ ആരെ മറ്റേ അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണല്ലേ? നിനക്ക് ഞാൻ ശരിയാക്കി തരാം. നിനക്ക് ഞാൻ ശരിയാക്കി തരാം. എന്തോന്നടേ ഇത്? മിന്നാമിനിങ്ങിന്റെ നുറുങ്ങു വെട്ടോ? വെട്ടോ വിളിച്ചൊന്നും ഇല്ലേ? ആ തിരി ഒന്ന് പൊക്കി വെച്ചൂടെ? മണ്ണെണ്ണയൊക്കെ തീർന്നോ? എല്ലാം വാങ്ങിച്ചു വെക്കാൻ ഞാനും തീർക്കാൻ നെയ്യും. ആ എടെ വെള്ളവും ഗ്ലാസ്സും എടെ. ഭയങ്കര ഗ്യാസ് ട്രബിൾ. ഇതെന്തിനാ 2 ഗ്ലാസ്? അപ്പൊ നീ അടിക്കുന്നില്ലേ? ഞാനേ അടിക്കുന്നുള്ളൂ. ഞാൻ അടിച്ച് ഒരു ലെവലാവുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചാ മതി. അങ്ങനെ മിച്ചം ഉണ്ടാക്കി സാർ എനിക്ക് സൗജന്യമൊന്നും ചെയ്യണ്ട. അതുകൂടെ നീ അങ്ങ് വിഴുങ്ങിക്കോ. എടാ എച്ചി, ഒരു മുറിയിൽ 2 പേര് താമസിക്കുമ്പോ ചിലപ്പോ ഒരാളുടെ കയ്യിൽ 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും. 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും. പക്ഷെ നിന്നെ പോലെ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രവാസിയെ ഒരുത്തനും കൂടെ താമസിപ്പിക്കില്ല. എടാ ഇതാരുടെ വീടാ? പൂണൂരിലെ ചത്തുപോയ ഭൂതലിംഗം ഉണ്ടാക്കി. ഇപ്പൊ കറുപ്പയ്യയുടെ കസ്റ്റഡി. അയാൾക്ക് പട്ട മേടിച്ചു കൊടുത്ത് വാടക കൊടുക്കാതെ ഞാനിവിടെ താമസിക്കും. എലനക്കി പട്ടിയുടെ കിറുനക്കി പട്ടിയായിട്ട് എന്റെ കൂടെ നീയും. എടാ എലനക്കി, ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ. ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് കുഴി പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോ, ചാവുന്നതിന് മുമ്പ് ഒരു ദിവസം ഈ ഊട്ടി പട്ടണത്തിൽ കാശി വീശി ലാവിഷായിട്ട് ഞാൻ വലസും. ഈ നിശ്ചൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ.